എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 LD ക്ലർക്ക് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ആദ്യം തന്നെ ചുരങ്ങൾ എന്താണെന്ന് നോക്കാം. എന്താണ് ചുരങ്ങൾ? ഉയരമുള്ള പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങൾ. ചുരങ്ങൾ രണ്ടു പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആകാശം മുട്ടുന്ന ഈ പർവ്വതനിരകളുടെ ഇരുവശങ്ങളിലും നിലനിൽക്കുന്ന സംസ്കാരങ്ങളെ ബന്ധിപ്പിക്കുന്നതിനാൽ ഈ പർവ്വതപാതകൾക്ക് കാര്യമായ പങ്കുണ്ട്. പശ്ചിമഘട്ടത്തിലെ ആകെ ചുരങ്ങളുടെ എണ്ണം 16. ഒന്നാമത്തേത് പാലക്കാട് ചുരം. കേരളത്തിലെ ചുരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പാലക്കാട്, കോയമ്പത്തൂർ. അല്ലെങ്കിൽ കേരളത്തിനെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. ഇനി പാലക്കാട് ചുരത്തിന്റെ സ്ഥാനം നമ്മൾക്ക് നോക്കാം. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലാണ് പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ചുരത്തിന്റെ വീതി 30 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെയാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 544. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. അടുത്തത് വയനാട് ചുരം. ഈ വയനാട് ചുരത്തിനെ താമരശ്ശേരി ചുരമെന്നും അറിയപ്പെടുന്നുണ്ട്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. നമുക്കൊരു സംശയം വരും, വയനാട് ചുരം വയനാട് ജില്ലയിലാണോ എന്നല്ലേ. അന്നേരം വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട്. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? കോഴിക്കോട്, മൈസൂർ. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന ജില്ലകളാണ് വയനാട്, കോഴിക്കോട്. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 766. അടുത്തത് പെരിയഗഡ് ചുരം. മാനന്തവാടി തലശ്ശേരി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഇത് മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. പെരിയഗഡ് മാനന്തവാടിയെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ വയനാടിനെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയഗഡ്. അടുത്തത് പാൽച്ചുരം. വയനാട് ജില്ലയിൽ മാനന്തവാടിയിലുള്ള പർവ്വത ഗ്രാമവും ഹെയർപിൻ റോഡുമാണ് പാൽച്ചുരം. പാൽച്ചുരം വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്തത് പേരമ്പാടി ചുരം. പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ കേരളത്തെയും കർണാടകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാലും നമ്മൾക്ക് പേരമ്പാടി ചുരം എന്ന് പറയാം. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന്റെ അടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം. അടുത്തത് നാടുകാണി ചുരം. നാടുകാണി ചുരം മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. നാടുകാണി ചുരം മലപ്പുറത്തിനെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ വഴിക്കടവിനെയും ഗൂഡല്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരം. അടുത്തത് ബോഡിനായ്ക്കന്നൂർ ചുരം. ബോഡിനായ്ക്കന്നൂർ ചുരം ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ കൊച്ചിയെയും തേനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡിനായ്ക്കന്നൂർ ചുരം. ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 85. അടുത്തത് ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം പുനലൂരിനെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ കേരളത്തെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റൊരു ചുരമാണ് ആര്യങ്കാവ് ചുരം.
ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744. ആര്യങ്കാവ് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. അടുത്തത് ആരുവാമൊഴി ചുരം. ആരുവാമൊഴി ചുരം തിരുവനന്തപുരത്തിനെയും തിരുനെൽവേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിനെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റൊരു ചുരമാണ് ആരുവാമൊഴി ചുരം. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആരുവാമൊഴി ചുരമാണ്. ഇനി നമുക്ക് ചുരങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ ആകെ എണ്ണം 16. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിന്റെ വീതി 30 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പാലക്കാട്, കോയമ്പത്തൂർ അല്ലെങ്കിൽ തമിഴ്നാട്. പാലക്കാടിനെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. വയനാട് ചുരത്തിന്റെ മറ്റൊരു പേര് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? കോഴിക്കോട്, മൈസൂർ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. വയനാട് ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകൾ കോഴിക്കോട്, വയനാട്. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766. വയനാട് ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ. കേരളത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ആരുവാമൊഴി ചുരം, അല്ലെങ്കിൽ ആരമ്പോളി ചുരം എന്നും പറയാറുണ്ട്. ആരുവാമൊഴി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? തിരുവനന്തപുരം, തിരുനെൽവേലി. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 744, അല്ലെങ്കിൽ ആര്യങ്കാവ് ചുരത്തിനെ നമ്മൾക്ക് ചെങ്കോട്ട ചുരം എന്നും പറയാം. ബോഡിനായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? ഇടുക്കി, മധുരൈ. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏത്? പേരമ്പാടി ചുരം. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? കണ്ണൂര്, കൂർഗ്. കൂർഗ് കർണാടക സ്റ്റേറ്റ് ആണ്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. കേരളത്തിലെ മറ്റ് പ്രധാന ചുരങ്ങൾ ഏതൊക്കെ? കമ്പമേട്, ഉടുമ്പൻചോല, തേവാരം. പെരിയ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? മാനന്തവാടി, മൈസൂർ. ക്ലാസുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. താങ്ക് യു.